അവിടെ തണ്ടർബോൾട്ടിന്റെ സേനയായിരുന്നു. നമ്മുടെ സ്പോട്ടിൽ നിന്നും ഒരു 100-200 മീറ്റർ കാട്ടിനകത്തോട്ട് വലിച്ചൊഴിച്ചു പോയ രീതിയിലായിരുന്നു മൃതദേഹം കിടന്നുകൊണ്ടിരുന്നത്. ബോഡി നിങ്ങൾ കണ്ടോ? ബോഡി കണ്ടിട്ടുണ്ടായിരുന്നു. ബോഡി കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു. വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. മുതുകിന് മുകളിലോട്ടുള്ള എല്ലാ വശങ്ങളും ഭക്ഷിച്ച നിലയിലായിരുന്നു ബോഡിയുടെ. എത്ര ദൂരം വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു? ഒരു 200 മീറ്ററോളം കാട്ടിനുള്ളിലോട്ട് വലിച്ചുകൊണ്ടിരുന്നു. കടുവേനെ എപ്പോഴും കാണുന്ന സ്ഥലമാണോ? കടുവയെ നമ്മൾ ഓഫൻലി കാണാറില്ലായിരുന്നു. ബാക്കി വന്യമൃഗം, പന്നിയുണ്ട്, കാട്ടുപോത്തുണ്ട്, ആന ഇറങ്ങാറുണ്ട്. കടുവയുടെ ശല്യം ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു പ്രദേശം ആദ്യമായിട്ട് കാപ്പി പറിക്കാൻ പോയതാണ്. എപ്പോഴാണ് ഇവരെ മിസ്സിംഗ് ആയത്? മിസ്സിംഗ് അല്ല, ആള് മിസ്സിംഗ് അല്ല. രാവിലെ ജോലിക്ക് നടന്നു വന്നതാണ്. നമ്മളൊക്കെ കണ്ടതാണ്. നമ്മുടെ മുന്നിലൂടെയാണ് വന്നത്. വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു 11 മണിയോടെ ആയിരിക്കണം നമ്മൾ കാണുമ്പോൾ ബ്ലഡ് ഉറ്റി വീണുണ്ടായിരുന്നു. ഇന്ന് രാവിലെ പണിക്ക് പോയപ്പോഴാണ്? അതെ, ഇന്ന് രാവിലെ. അതായത് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, കാപ്പിത്തോട്ടമാണ്. അവിടെ നടവഴിയുണ്ട്. നടവഴിയിലൂടെ നടന്നു വരുന്നത്. ഫോറസ്റ്റിലൂടെ നമ്മൾ കയറിയിട്ടില്ല. ഇവരെ കൂടെ കാപ്പി പറിക്കാൻ പോയ ആരെങ്കിലും ഇത് കണ്ടോ? ഇല്ല, ഒറ്റക്കായിരുന്നു. തണ്ടർബോൾട്ട് സേന കണ്ടിട്ട് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ഉദ്യോഗസ്ഥരാണ് ഫസ്റ്റ് ഇത് നമ്മൾ ട്രിഗർ ആവുന്നത്. നാട്ടുകാർ കണ്ടില്ലായിരുന്നു. തണ്ടർബോൾട്ട് കാണാനുള്ള സാഹചര്യം എന്താ വെച്ചാൽ ഇവിടെ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വേണ്ട, അവർ പെട്രോളിങ്ങിന് വേണ്ടി വന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ സമയത്ത് കണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴും കാണൂല. അപ്പൊ ഇവർ ഒറ്റയ്ക്കാണോ കാപ്പി പറിക്കാൻ പോയത്? വീട് തൊട്ടടുത്ത് വീടുണ്ട്. ഇവരുടെ വീട് തന്നെയാണ്? അല്ലല്ല, ഇവരെ വീട് വരുന്നത് നമ്മുടെ വരുന്ന വൈക്കാണ്. 3 റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, താറാട് എന്ന് പറയും. അവിടെ നിന്ന് വിളിച്ചിട്ട് അതിലെ നമുക്ക് ഷോട്ട് ഉണ്ട്, ഇതിലെ ഇറങ്ങാനുള്ള ഫോറസ്റ്റിനുള്ളിൽ കൂടെ അതിലെ വന്ന വൈക്കാണ് കാണുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് വലിച്ചിട്ടാണ് ഉള്ളോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. തണ്ടർബോൾട്ടിന്റെ നോർമൽ പട്രോളിംഗിൽ അവരൊരു ചെരുപ്പും ബ്ലഡ് സ്റ്റെയിനും കണ്ടതിന് സംശയം തോന്നിയതിനെ തുടർന്ന് അവര് ഫോളോ ചെയ്ത് പോവുകയായിരുന്നു. അപ്പോഴാണ് 150 മീറ്ററിനപ്പുറം ബോഡി കാണാൻ സാധിച്ചത്. അതാണ് ഈ സംഭവം. ആദ്യം കണ്ട ദൃക്സാക്ഷി ആയിട്ടുള്ള ആളുടെ അല്ലെങ്കിൽ മൃതദേഹം എടുക്കാൻ പോയ ആളുടെ പ്രതികരണമാണ് കണ്ടത്.